എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുള്ള മോരുകറിയാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ മോരുകറി അഥവാ മോര് കാച്ചിയത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം പുളിയുള്ള 1/2 ലിറ്റർ തൈര് മിക്സിയിലിട്ട് ഒരു 10 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് അടിച്ചെടുത്തതാണിത്. തൈരിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ തൈരിന് 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള മോരുകറിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി 10 എണ്ണം, 5 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറം ഗോൾഡൻ നിറത്തിലേക്ക് ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 2-3 ഉണക്കമുളകും 4-5 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഉള്ളിയുടെ കളറ് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകുകയില്ല, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കായപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 സെക്കൻഡ് വഴറ്റുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഈ മോരുകറി ഒട്ടും തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് തിളച്ച് വന്നാൽ മോരുകറി പിരിഞ്ഞു പോകാൻ കാരണമാകും. ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നുള്ള് കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മോരുകറി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കൂടി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ ഊണ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും ഈ മോരുകറി ഉണ്ടാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ രുചികരവുമായിട്ടുള്ള ഒരു മോരുകറിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.